ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് പുതിയ പടമായ മന്ദാകിനിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മന്ദാകിനി ഒരു കോമഡി ഫാമിലി എൻ്റർടൈനർ ആണ്. ഫാമിലിക്കാർക്ക് മാത്രമേ ഇഷ്ടപ്പെടൂ. പ്രത്യേകിച്ച് അതിനകത്ത് പറയാനൊന്നുമില്ല. നമ്മളെ ഫാമിലിയിലൊക്കെ നടക്കുന്ന കണക്കത്തെ ഒരു കഥയാണ്. ഇച്ചിരി വെറൈറ്റി രീതിയിൽ, വേറൊരു ടൈപ്പ് രീതിയിൽ എടുത്തിരിക്കുന്നു. സമയം പോകാൻ വേണ്ടി ഇങ്ങനെ കണ്ടിരിക്കുക. സമയം പോകാൻ വേണ്ടി ആ പടം കണ്ടിരിക്കാം. പേർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ നല്ലൊരു പടമായിരുന്നു. എല്ലാരും കാണാൻ മാത്രമേ ഞാൻ പറയൂ. ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാരക്ടേഴ്സ് ഒക്കെ കൊള്ളായിരുന്നു. നല്ല കോമഡി രീതിയായിരുന്നു. എല്ലാരും അഭിനയവും വളരെ മികച്ചതായി. നമ്മളെ ബോറടിപ്പിക്കത്തില്ല, നമ്മളെ പിടിച്ചിരുത്തും. ഫൺ എന്റർടൈൻമെന്റ് ഒരു ലാഗും ഇല്ല. അപ്പം ഈ ഒരു പടത്തിന്റെ ഒരു ഏകദേശം സ്പോയിലർ ഇല്ലാതെ ഒരു ഔട്ട്ലൈൻ സ്റ്റോറി എങ്ങനെ? സ്റ്റോറി ഞങ്ങള് കുറെ പേരെ 10 തൊട്ട് പ്രേമിച്ചിട്ട് കിട്ടാതെ പിന്നെ ഒരു കല്യാണത്തിലോട്ട് വരുന്ന കണക്കാണ് കാണിച്ചിരിക്കുന്നത്. ആ പെണ്ണിനെ ഒരുപാട് സ്നേഹിക്കും. പക്ഷെ ഈ പെണ്ണ ഇയാൾക്ക് ഒരിച്ചു വെച്ച കള്ളറിയാതെ കുടിച്ച് പഴയ പ്രേമകഥയൊക്കെ അങ്ങോട്ട് പറയും. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നമല്ല. അവസാനം ഇവരാ പിന്നെ അതിനകത്ത് നെഗറ്റീവായിട്ടെല്ലാം പറയാം. നെഗറ്റീവായിട്ടൊന്നുമില്ല. സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റോറി കൊള്ളാം. പിന്നെ കാസ്റ്റിംഗ്, ക്യാരക്ടേഴ്സ് അങ്ങനെയുള്ള എല്ലാം ഓക്കെ. എനിക്ക് ഈ ക്യാരക്ടറിന്റെ പേരൊന്നും അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞാൻ പറയാത്ത. ഓക്കെ. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സമയം കളയാൻ നമുക്ക് പോയിരുന്ന് കാണാം. അല്ലാതെ മസ്റ്റ് വാച്ചായിട്ട് അങ്ങനെയൊന്നുമില്ല. ചുമ്മാ ടൈം പാസിന് വേണ്ടി കാണാം. അപ്പം ഒരു 10 എത്ര കൊടുക്കും? ആദ്യം തൊട്ട് ചിരിയ. ഒരു 10 എത്ര കൊടുക്കും? ഒരു ഫൺ എന്റർടൈൻമെന്റ് മൂവി എന്നുള്ള രീതിയിൽ 10 ഒരു 7 കൊടുക്കാം. 7 കൊടുക്കുവോ? ആ ഒരു കാറ്റഗറിയിൽ ഓൾ സിനിമയിൽ നോക്കുമ്പോൾ എനിക്കറിയത്തില്ല. അപ്പോൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മന്ദാകിനിയുടെ പടത്തെ. മന്ദാകിനി തന്നെ. അപ്പോൾ ആ പടത്തിന്റെ ഒരു ചെറിയ റിവ്യൂ എന്ന് പറയുന്നത്.